ഒരൊറ്റടന്ന് ഡ്രൈവിംഗ് അറിയില്ല, അതുകൊണ്ട് ഞാനിതൊരു ഡ്രൈവറായിരുന്നു. ഞാനിപ്പോ വന്നപ്പോഴേ കണ്ടു ഓടിച്ചിട്ടുണ്ടല്ലോ. എനിക്കൊരു അരമുറി ഡ്രൈവിംഗ് അറിയാം. അയ്യോ ഓർമ്മിക്കല്ലേ, അരയില്ല കാല് കാൽ ഇങ്ങനെ ഓടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ കാല് നോക്കും. ഇതിപ്പോ ഞാൻ എവിടെ ചോദിക്കണം, ഗിയർ നോക്കട്ടെ, ഗിയർ മാറ്റണ്ടേ, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോമോൻ OLX ഇട്ട് എന്നും കാറിന്റെ വില സെർച്ച് ചെയ്യും. ഇതെങ്ങനെയുണ്ട് കൊള്ളാം, എന്നിട്ട് നാളെ വീണ്ടും ഇതെങ്ങനെയുണ്ടോ കൊള്ളാം, ഇതോ കൊള്ളാം. ഇവന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, ഇവരെ ജോലി ആക്കിട്ട് നാളെ വണ്ടി എടുക്കാനുള്ള പ്ലാൻ പറ്റും. ഞങ്ങളുടെ നാട്ടിൽ ക്ലബ്ബുണ്ട്, പ്രതീക്ഷ എന്നാണ് ക്ലബിന്റെ. അതിനങ്ങനെ ഒരു രജിസ്ട്രേഷനോ ഒരു ലൈസൻസും ഇല്ലാത്തൊരു ക്ലബ്ബാണ്. ഞാൻ എന്റെ സംഘടനയിലെ അംഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ എന്നൊരു സംഘടനയിലാണ് എനിക്ക് ഏക അംഗത്വം. അവര് എന്റെ പരിപാടി വന്നപ്പോഴത്തേക്കിനും പിറ്റേ ദിവസം തന്നെ ഫ്ലെക്സ് അടിച്ച് ജംഗ്ഷനിൽ കൊണ്ടുവച്ച്. വേറെ ആര് വെച്ചാലും എനിക്ക് ഹാപ്പിനെസ് കിട്ടത്തില്ല. പക്ഷെ പ്രതീക്ഷയുടെ ക്ലബിന്റെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം അവരേ ഉള്ളു ചിലപ്പോൾ ഒരു മുൻവിധിയോടുകൂടി എന്നെ ഇവൻ നാളെ രക്ഷപ്പെടും എന്ന് എന്റെ കൂടെ കൂടിയവരല്ല. നമ്മള് ഗുരുവായൂരമ്പലം നടയിൽ ചെന്നപ്പോഴത്തേക്കിനും പൃഥ്വിരാജ് ചേട്ടനെ ഒക്കെ അറിയായിരുന്നോ? വേറെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. കൊറോണ കാലത്ത് കട്ടൻ ചായ അച്ചാറും മാത്രമായിരുന്നു ഭക്ഷണം എന്നുള്ളത് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. അതിന്റെ വാസ്തവം എന്താണ് ശരിക്കും? ഇതൊക്കെ നമ്മൾ അറിയും. സീറ്റേട്ടൻ എവിടെ ഇരുന്നാലും നമ്മൾ അറിയും. ജോലിയില്ല, സിനിമ മോഹികളാണ് എല്ലാ ആൾക്കാരും. വേറെ വകുപ്പൊന്നുമില്ല, കയ്യിൽ അങ്ങനെ പൈസ ഒന്നുമില്ല. വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും, തേയിലയും കിട്ടും, അപ്പൊ കട്ടൻ ചായ. കോവിഡ് ശരിക്കും കോവിഡ് വന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോ UK വിസ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് കോവിഡ് വന്നത്. UKയുടെ ഭാഗ്യവും മലയാള നിങ്ങൾ ഇതുപോലെ ലോക്ക്ഡൌൺ സമയത്ത് പോലീസൊക്കെ പിടിച്ചിട്ടോ പുറത്തിറങ്ങിയത്? എന്നെ പിടിച്ച് ജലസിംഹം ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ പക്ഷെ ആ വെള്ളത്തിൽ തന്നെ ഒരു താമ എന്നെ കണ്ടില്ല, അപ്പം എന്നെ കണ്ടിട്ടില്ല. മുങ്ങി നിന്ന് തല മാത്രം വെളിയിട്ട് ഇലകളുള്ള സ്ഥലത്തോട്ട് സൈഡിലോട്ട് മാറി നിന്ന് നരസിംഹ മുങ്ങി കിടക്കുന്നത് വെള്ളത്തില്. അമ്മമാരിന്ന് അടിച്ചിട്ട് ഓഫാവും. അപ്പൊ പിന്നെ അല്ല, മാട്രിമോണിയിൽ സ്റ്റാർ അടിക്കാറില്ല. ക്യൂവിലൊക്കെ ഗമ്മാരെന്ന് പറയുമ്പോ ആരാന്ന് പറയാം, ഞങ്ങളാന്ന് വിചാരിക്കും. മറ്റേ തൃപ്പൂണിത്തറയിൽ ഒരു ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്. ഔട്ട്ലെറ്റിൽ മറ്റേ എക്സിബിഷൻ പോലെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇവന്മാര് മറ്റേ ബ്രാൻഡ് വാട്സാപ്പിൽ അയച്ചു തരാം, ഈ സാധനം വന്നത് ഏതാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പിന്നോടെ കാണിച്ചിട്ട് ബ്രാൻഡ് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ അത്ര വിശ്വസനീയമായിട്ടുള്ള ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയെ ഭയങ്കര തകർത്ത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ജോമോൻ, സിജു ആൻഡ് സാഫ് ബോയ്. സ്വാഗതം. എന്താണ് മൂന്നുപേരും ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു? എന്താണ് റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആണ്. അതെ അതെ, ഞങ്ങൾ വിളിച്ചതാണ്, പക്ഷെ വന്നപ്പോഴേ ഇരിക്കിട്ടാണല്ലോ. ഓക്കെ, ഈ ഒരു സിനിമ ഭയങ്കര വിജയകരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് വരുന്ന അല്ലെങ്കിൽ കമന്റ്സ്, റിയാക്ഷൻസ് ഒക്കെ എന്താണ്? എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ കാണാം. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ തൃശ്ശൂർ തിയേറ്ററിൽ പോയപ്പോ അവിടെ ഭയങ്കര പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ വന്നിച്ച് ഷെയ്ക്കാൻഡൊക്കെ തരുമ്പോൾ ഞങ്ങൾ വെച്ചേ ഞങ്ങള് ഈ ഒരുപാട് പരിചയമില്ലല്ലോ. അപ്പൊ അമ്മൂമ്മമാരൊക്കെ ഒന്ന് കൈ പിടിച്ചിട്ടും പോലെ കൊള്ളാരെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ അത്രയും വരെയും ആ പടം അവരെ ഹാപ്പി ആക്കി എന്നുള്ളതാണ്. അവര് ഹാപ്പി ആയപ്പോ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം അവരും നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു പൈസയും 2.5 മണിക്കൂറും അവര് ഹാപ്പിയാണ്. ഇതന്നെ ഭയങ്കര നമ്മള് ഇന്നലെ രാഗം തിയേറ്ററിൽ പോയ സമയത്ത് ഓരോ ആൾക്കാർ വന്ന് നമ്മളെ ഹഗ് ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും അവര് ഹഗ് ചെയ്യണതിന്റെ അവരുടെ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അത്രയും ഒരു ഹാപ്പി ആയിട്ടാണ് അവര് ഇറങ്ങി പോരുന്നത് തിയേറ്ററിൽ നിന്ന്. അപ്പൊ ഇറങ്ങിയ പാടെ നമ്മളെല്ലാവരും അവിടെ നിൽക്കുന്നത്, ബേസിലായിട്ട് വന്ന്. അപ്പൊ അവർക്ക് ഡബിൾ ഹാപ്പി, അവര് സന്തോഷം, ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മള് ഹാപ്പിയാണ് കാണും. ഒരുപാട് വലിയ താരനിരയുള്ള സിനിമയാണല്ലേ. പൃഥ്വിരാജ് ചേട്ടൻ, നിഖില ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ട്, ജഗദീഷ് ചേട്ടൻ. അപ്പം ബേസിൽ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇവർക്കൊപ്പമുള്ള ഒരു ഫൺ റൈഡ് എന്ന് തന്നെ പറയാം അല്ലേ? ലൊക്കേഷനിലാണെങ്കിലും സിനിമ ഷൂട്ടിംഗ് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ലൊക്കേഷനിൽ ഭയങ്കര ഫണ്ണായിരിക്കുമല്ലോ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? രാജുവേട്ടനോട് അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, രാജുവേട്ടൻ 2 തവണ എൻ്റെ നാട്ടിൽ പെരുങ്കുഴിയിൽ ഷൂട്ടിന് വന്നിട്ടുണ്ട്. കോൾഡ് കേസും പിന്നെ നമ്മുടെ ഡമാർ പടാറും. ഈ സമയത്ത് ദൂരെ നിന്ന് പുള്ളിയെ കാണാനേ പറ്റുള്ളൂ, അടുത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അടുത്ത് പോകാൻ പറ്റൂല, ഒരു സാധാരണക്കാരൻ്റെ പുള്ളിയുടെ അടുത്ത് പോകാൻ പറ്റൂല, അത്ര ദൂരെയാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ
സാധാരണ പുള്ളി സിനിമയിൽ പെട്ടെന്ന് പുള്ളിയുടെ അടുത്ത് നിന്ന് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റൊമാൻസിഫിക്കേഷൻ മൂവ്മെന്റ് ആയിരുന്നു. എന്റെ സാഫിനെയും വെച്ചാണ് ഫസ്റ്റ് ഷോട്ട് തുടങ്ങുന്നത്. സിനിമ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞങ്ങൾ വെച്ചിട്ടാണ്. കല്യാണക്കുറി പ്രിന്റ് ചെയ്യുന്ന പ്രിന്റിങ് ഹൗസാണ്. നല്ല പേടിയാണ്. കാരണം എൻ്റെ ഫസ്റ്റ് സിനിമ അത് ഞങ്ങൾ പുതിയ ആൾക്കാരായാണ്. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ആർക്കും രക്ഷ. ഇവിടെ ആണെങ്കിൽ രാജേട്ടന് ബേസില് ഇവരെല്ലാവരും ഉണ്ട്. അപ്പം പൂജ കഴിഞ്ഞ് എല്ലാ പ്രൊഡക്ഷൻ മൊത്തം ഉണ്ട്. പ്രൊഡ്യൂസർമാർ മൊത്തം മോണിറ്ററിന്റെ ബാക്കിൽ ഇരിക്കണം. അപ്പം ഞങ്ങളെല്ലാം പേടിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ വിപിൻ ചേട്ടനും ദീപു ചേട്ടനും ഞങ്ങൾ രണ്ടുപേരെയും കൂടെ അപ്പുറത്തൊരു ഹാളുണ്ട്. അവിടെ 2 ചെയർ എടുത്ത് എഴുന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് കയ്യിൽ തന്നിട്ട് ഒന്നും പറഞ്ഞില്ല, എടാ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് തട്ടി ഭയങ്കര കൂളായിട്ട് കയറ്റി വിട്ടു. അങ്ങനെ കൂളാക്കി വിട്ടതാണ്. അവിടുന്ന് കയറ്റിയാണ്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ടെൻഷനൊന്നും വന്നിട്ടേ ഇല്ല. അതിപ്പം ഭയങ്കര ഫ്രീ ആണ്. കാരണം വിപിൻ ചേട്ടനൊക്കെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടിലും ബഹളമായിരുന്നു ഞങ്ങൾ ഓഫ് സ്ക്രീനിൽ. കാരണം ഇത്രയും വലിയ പ്രൊഡക്ഷൻ നടത്തുന്ന പരിപാടിയാണെന്നുള്ള സീരിയസ്നെസ് ഒന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ അങ്ങനെ അവരാരും പ്രഷറൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മൈക്കെടുത്ത് വെച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് ഞങ്ങൾ ആ ഒരു പരിപാടിയാണ്. മൈക്കിൽ കൂടെ മറ്റേ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ചുമ്മാതെ മൈക്കെടുത്ത് വെച്ച് നമ്മൾ ചുമ്മാ തന്നെ ഹലോ മൈക്ക് ഇത്രയും പേരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത്രയും ഫ്രീഡം നമുക്കവിടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് അഹങ്കാരികളാക്കുകയും ഒരുപാട് അഹങ്കാരികളാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അടുത്തൊരു പടത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലേ എങ്ങനെയായിരിക്കും. ഇപ്പൊ ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം ഞങ്ങള് വഴക്കാളികളാണ്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും ഫ്രീഡം അവർ തന്നിട്ടുണ്ട്. ഈ ഒരു പടത്തിൽ ചെല്ലുമ്പോൾ അത് ഞങ്ങൾ എപ്പോഴും പറയും അടുത്ത പടത്തിൽ എങ്ങനെയായിരിക്കും, അടുത്ത പടം നമ്മളെ പറഞ്ഞു വിടുവോ. ഇത് നമുക്ക് ഈ ടെൻഷനുള്ള സമയത്താണ് കറക്റ്റ് വാഴ അനൗൺസ് ചെയ്തത്. അതിൽ നമ്മളൊക്കെ തന്നെ സെയിം ടീം. വാഴക്കകത്ത് ഡയറക്ടർ കസനിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കയറിയിട്ട് ആക്ഷൻ എന്നിട്ട് ഞങ്ങൾ തന്നെ അപ്പോഴാണ് മൈക്ക്. കാരണം അവരും ഭയങ്കര എൻജോയ് ആണ്. അത് വാഴയും ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷ. കാരണം ഈ ഇരിക്കുന്ന ടീമുകളൊക്കെ തന്നെയാണ് വാഴക്കകത്ത് വരാൻ. അതും ഭയങ്കര പ്രതീക്ഷയാണ്. ഇപ്പൊ പറയാറുണ്ട് നമ്മള് ആക്ടിങ് ആണ്. എന്നിരുന്നാ പോലും നമ്മൾ ഈ ആക്ടേഴ്സ് തമ്മിലൊരു കെമിസ്ട്രി വേണം, അല്ലെ, വൈബ് വേണം. അത് ജെല്ലായെങ്കിൽ മാത്രമേ അത് ആ സ്ക്രീനിൽ വരത്തുള്ളൂ. നിങ്ങൾ ഒന്നിച്ചുള്ള എല്ലാം ഭയങ്കര അടിപൊളിയാണ്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ 4 പേര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയുണ്ട്? അശ്വിൻ, ശ്രീചേട്ടൻ. ഇവന് വണ്ടിയുണ്ട്. അപ്പം ഇവന്റെ വണ്ടിക്കകത്ത് ഞങ്ങളെല്ലാം കയറും. അങ്ങോട്ട് പോകുന്നത് തിരിച്ചു ഒരൊറ്റടക്ക് ഡ്രൈവിംഗ് അറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ വന്നപ്പോഴേ കണ്ടു ഓടിച്ചിട്ടുണ്ടല്ലേ. എന്നിട്ട് എനിക്കൊരു അരമുറി ഡ്രൈവിംഗ് അറിയാം. എനിക്ക് മുഴുവനായിട്ട് അറിയത്തില്ല. അതായത് റോഡിൽ കൂടെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ റോഡിൽ കൂടെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് പോകും. എങ്ങനെയും വണ്ടി എങ്ങാണോ ഇല്ല റോഡിൽ കൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പേടിയാവും. അങ്ങനെ ഒരു ദിവസം ഇന്ന് ഞാൻ ഓടിക്കാറുണ്ട്. ആ ദിവസമാണ് ഇവന്മാര് കറക്റ്റ്. എന്താ അറിയുമോ, ജൂനിയർ ആർട്ടിസ്റ്റുകള് അത്രേ ഉള്ളതുകൊണ്ട് തന്നെ ലൈനായി നിർത്തിയിരിക്കുകയാണ് എല്ലാരും. അപ്പൊ ഇവ വണ്ടി ഓടിച്ചിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ ഇവരൊക്കെ ഇടിച്ച് ഷൂട്ട് മുടങ്ങും. അങ്ങനത്തെ ഡ്രൈവിങ്. പിന്നെ ആ ഡ്രൈവിംഗ് സീറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ഡ്രൈവർ ആയിക്കോളാം, ഞാൻ ഓടിക്കാം, എവിടെ പറഞ്ഞത് ഞാൻ കൊണ്ടുപോകാം. സിജുവിന്റെ വണ്ടി ഇറങ്ങുന്നുണ്ട്. മോഡിഫിക്കേഷനിലാണ് ഒരു വണ്ടി. ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും പോലെ എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. ആ ഒരു അവസ്ഥയാണ്. അപ്പം എനിക്കൊരു പടത്തിനകത്ത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സീൻ, ആ പടം മൊത്തം എനിക്ക് ഡ്രൈവ് ചെയ്യണം. അങ്ങനെ ഞാൻ ഞങ്ങളുടെ അങ്കിളിനെ സെറ്റ് ചെയ്ത് അങ്കിളിന് വാഗണറൊക്കെ വെച്ച് ഒന്ന് ഓടിച്ചൊക്കെ ഓടിച്ചു. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു നൈസായിട്ടൊരു മാരുതി 800 നൈസായിട്ട് മേടിച്ചു. എന്നിട്ട് ഞാൻ എന്റെ അഹങ്കാരത്തിൽ ഒരിടത്ത് പണിയാൻ കൊടുത്തേക്കും. അതിപ്പോ വരും. എനിക്ക് നന്നായിട്ട് ഇപ്പോഴും ഓടിക്കാം. എനിക്ക് ഇപ്പോഴും വണ്ടി ഓടിക്കാൻ ആക്ച്വലി എനിക്ക് വണ്ടി ഓടിക്കാറില്ല. എന്നോടെല്ലാം ഇത്രയും പ്രായമായിട്ടും ഇപ്പൊ ആക്ടിങ്ങിനൊക്കെ പോകുന്നതല്ലേ, ഇങ്ങനെ ഒരു സീൻ വന്നാൽ എന്ത് ചെയ്യും? ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുവാണ്. ഓടിക്കാറില്ല. കാരണം പേടിയാണ്, പഠിക്കാൻ പോകുന്നതിന്റെ ഒരു ടെൻഷനാണ്. ജോയ്ക്ക് അറിയില്ല. ആർക്കും അറിയില്ല. കുറച്ചില്ലരുടെ പേരാണ് അത്. കാൽ ഡ്രൈവിംഗ്. അത് അന്നത്തോടെ പേടിയായി. ഇടിച്ചു കഴിഞ്ഞവരൊക്കെ സേഫാ. വണ്ടിന്റെ പേരിലാണ്. ഇങ്ങനെ ഓടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ കാല് നോക്കും. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ഇതിൽ എവിടെ ചോദിക്കണം, ഗിയർ നോക്കട്ടെ, ഗിയർ മാറ്റണ്ടേ, വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഉണ്ട്, ഞങ്ങളെല്ലാരും ബാക്കിൽ, എല്ലാരും നിലവിളി. അല്ല, എനിക്ക് ജോയുടെ അവസ്ഥ ഇത് കാണുമ്പോഴേ ഒന്നും അറിഞ്ഞൊരു പ്രശ്നമില്ലല്ലോ. ഇപ്പം അരമുറി അറിയുന്നത് കൊണ്ടാണ് ഓടിക്കാൻ ഈ സംശയം. കാരണം ഒന്നും അറിയില്ലല്ലോ. ജോമോൻ OLX കയറിട്ട് എന്നും കാറിന്റെ വില സെർച്ച് ചെയ്യും. എങ്ങനെയുണ്ട്? ഞാൻ കൊള്ളാം. എന്നിട്ട് നാളെ വീണ്ടും ഇതെങ്ങനെ ഉണ്ടോ കൊള്ളാം.
ഇതോ കൊള്ളാം. എന്നിട്ട് നമുക്ക് പ്രൊഡക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി വരുമ്പം ചുമ്മാ അപ്ലോഡ് ചോദിക്കും, ചേട്ടാ ഇതിനങ്ങനെ വില ഈ വണ്ടിക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട്, ശിവൻ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, ഇവരെ ചോദ്യമൊക്കെ കഴിഞ്ഞാൽ നാളെ വണ്ടി എടുക്കാനുള്ള പ്ലാൻ പറ്റും. അതിനെങ്ങനെ ചോദിക്കുന്നത്? അപ്പം ആമസോണിൽ നോക്കാറുണ്ട്, നല്ല ഡ്രസ്സ് കാണുമ്പോഴത്തേക്കും ചുമ്മാ നോക്കാറുണ്ട്. OLX നോക്കുമ്പോൾ വീട് നോക്കാറുണ്ട്, ഫ്ലാറ്റ് നോക്കാറുണ്ട്, കാർ നോക്കാറുണ്ട്. ഇവനുണ്ട് പരിപാടി. നമ്മളിപ്പം കുന്നോളം ആഗ്രഹങ്ങളുണ്ട്. കൊച്ചി വന്നപ്പോ ഞാൻ ആദ്യം ചോദിക്കുന്നത് ഇവിടെ എത്ര സെന്റിന് എത്ര മേടിക്കാൻ ചോദിക്കുന്നതല്ലല്ലോ, നമ്മളവിടെ വന്നിരിക്കുമ്പോ ചോദിക്കും ഇവിടെ എത്ര സെന്റിന് വില, എന്നിട്ട് നമ്മള് കൂട്ടും. നമ്മളിതൊന്നും മേടിക്കാനല്ലല്ലോ. കാറൊക്കെ ഒരു 20 ലക്ഷത്തിന് തുടങ്ങും, അത് നോക്കി നോക്കി അവസാനം 2.5 ലക്ഷത്തിലൊക്കെ നോക്കി. എന്നിട്ട് അവസാനം പറയാം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡീസൽ വണ്ടി നിരോധിച്ചിട്ടുണ്ട്, അത് കേരളത്തിൽ കൊണ്ടുവരാം, എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇരുന്ന് പറയും. ഇപ്പൊ ഈ കോവിഡ് കാലം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാരും പറയാറുണ്ട്, ഇപ്പൊ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂസിലാണെങ്കിലും പൃഥ്വിരാജ് ചേട്ടന് പറഞ്ഞിട്ടുണ്ട്, കോവിഡ് ഇല്ലാതെ എന്ത് ചെയ്താൽ നിങ്ങളൊക്കെ സിനിമയിൽ വരുമായിരുന്നോ, അല്ലെങ്കിൽ ഇത്രയും ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ട് മാറുമോ എന്നുള്ളത് ശരിയാണോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു കൊറോണ കാലം വന്നില്ലാന്ന് എന്ത് ചെയ്തേനെ? കോവിഡ് ലോകം മുഴുവൻ കരഞ്ഞപ്പോൾ ഞങ്ങള് കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല. അപ്പം വീഡിയോ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് എങ്ങനെ ചെയ്യണമെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ഓഡീഷനൊന്നും നടക്കുന്നില്ല, മൊത്തം പാളി, ഇനി വേറെ വഴികളൊന്നും ഇല്ല, സിനിമയില്ല. നമ്മളിപ്പോ ഡയറക്ടർമാർക്ക് മെസ്സേജ് അയച്ചാൽ അവർ പറയുന്നത് കോവിഡാണ്, പരിപാടികളൊന്നും. അപ്പം മൊത്തത്തിൽ ബ്ലോക്കായ സമയത്ത് നമ്മൾ നിർബന്ധിതമായി ചെയ്തേ പറ്റൂ, അങ്ങനെ ചെയ്തു തുടങ്ങിയാണ്. സിനിമയ്ക്കകത്ത് കയറാൻ വേണ്ടിയാണ് ഞാൻ റീൽസ് ഇട്ട് തുടങ്ങിയത്. അന്ന് നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് പേര് പറയില്ലേ, എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ വല്ല ജോലി ചെയ്തോടെ, ഇതൊക്കെ എത്ര നാളത്തേനാ എന്നൊക്കെ ചോദിക്കല്ലോ. ഇല്ല, എനിക്ക് ആദ്യം തൊട്ടേ എല്ലാവരും എന്റെ കൺമുന്നിൽ എന്നോട് എല്ലാവരും നല്ലായിരുന്നു, പുറകിൽ എന്ത് പറയണെന്ന് അറിയില്ല. ഇത് നല്ല ഓർമ്മക്കുറവുണ്ട്. അതല്ലേ സിജേട്ടൻ എന്തായാലും അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോ എന്റെ കണ്ടന്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഈ വളുപ്പൊക്കെ നിർത്തി പോടാ എന്ന് പറഞ്ഞില്ല, ചിലപ്പോ എന്റെ കണ്ടന്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ വീഡിയോസുകളൊന്നും അത്ര ഭയങ്കര അടിപൊളി വീഡിയോസുകളൊന്നും അല്ല. ഇപ്പോഴും എന്റെ ഞാൻ ഒരെണ്ണം പോലും ഡിലീറ്റ് ചെയ്ത് നടന്നിട്ടില്ല, എല്ലാം അവിടെ കിടപ്പുണ്ട്. മറ്റൊന്നും കൊണ്ടൊന്നും അല്ല, വല്ലപ്പോഴും ഒക്കെ ഒന്ന് തിരിച്ചൊന്ന് നോക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കിടപ്പുണ്ട് ഫയലുകളല്ല. നമുക്കെന്ത് എപ്പോഴും തിരിഞ്ഞു നോക്കണമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ നോക്കും, ഇടയ്ക്കൊക്കെ ഇരുന്ന് ഞാൻ നോക്കും. അപ്പൊ ഞാൻ ഇതെന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ കിടക്കട്ടെ. ആ വീഡിയോസുകൾ കണ്ടിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്തോ ഞാനതിനെ ഒന്നും അങ്ങനെ അന്ന് അത് കേട്ടിട്ട് ഞാൻ നിർത്തിയായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ എങ്ങും വിളിക്കാത്തൊരവസ്ഥ വന്നേനെ. പക്ഷെ ഞാനത് ഇട്ടോണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. ഇത് കണ്ടിട്ട് സന്തോഷപ്പെടുന്നവർ സന്തോഷിക്കട്ടെ, ഇരിക്കുന്നതുകൊണ്ട് സങ്കടപ്പെടുന്നവർ സങ്കടപ്പെടുന്നുണ്ട്. നാട്ടിലെ താരമാണോ ഇപ്പൊ അവിടെ? എന്നെ സംബന്ധിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞങ്ങളുടെ നാട്ടിലൊരു ക്ലബ്ബുണ്ട്, പ്രതീക്ഷ എന്നാണ് ക്ലബിന്റെ പേര്. അതിനങ്ങനെ ഒരു രജിസ്ട്രേഷനും ഒരു ലൈസൻസും ഇല്ലാത്തൊരു ക്ലബ്ബാണ്. ഞാനൊരു സംഘടനയിലെ അംഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ എന്നൊരു സംഘടനയിലാണ് എനിക്ക് ഏക അംഗത്വം. അവരാണ് എന്നെ, ഞാൻ ചെറുപ്പം തൊട്ടേ ആ ക്ലബിലുണ്ട്, അവിടുത്തെ ചേട്ടന്മാരും എല്ലാവരും കൂടെ ചേർന്ന് വളർത്തുന്നു. അവര് എൻ്റെ പരിപാടി വന്നപ്പോഴത്തേക്കിനും അവര് പിറ്റേ ദിവസം തന്നെ ഫ്ലെക്സ് അടിച്ച് ജംഗ്ഷനിൽ കൊണ്ടുവച്ച്, വേറെ ആര് വെച്ചാലും എനിക്ക് ഹാപ്പിനെസ് കിട്ടത്തില്ല. പക്ഷെ പ്രതീക്ഷയുടെ ക്ലബിന്റെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം അവരേ ഉള്ളൂ ചിലപ്പോൾ ഒരു മുൻവിധിയോടുകൂടി എന്നെ ഇവൻ നാളെ രക്ഷപ്പെടും എന്ന് എൻ്റെ കൂടെ കൂടിയവരല്ല, ഞാൻ എങ്ങനെ വന്നു അന്നേരം തൊട്ട് കൂടെ കൂടിയവരാണ്. അതുകൊണ്ടാണ് അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് പണ്ടെന്തെങ്കിലും പ്രതീക്ഷ ചിലപ്പോ അവരിൽ ഒരാളാണ്, അല്ല എപ്പോഴെങ്കിലും പ്രതീക്ഷ അതുകൊണ്ടായിരിക്കും. എനിക്ക് അവര് പ്രതീക്ഷ എന്ന് പറഞ്ഞ ക്ലബ്ബ് നമ്മുടെ ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഒരു ജോയുടെ ഒരു റീല് കണ്ടു. അതായത് ഒരു ജോയുടെ ഒരു സിനിമ എന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചുള്ള റീലാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വെറുതെ കൊണ്ട് സീനിൽ വെച്ചാൽ മതി, നമ്മൾ വെറുതെ ആണെങ്കിലും ചിരിച്ചോളൂ. അതായത് അത്രയ്ക്ക് ബ്രില്യൻ്റ് ആണ്, കോമഡി കൈകാര്യം ചെയ്യാൻ അത്രയും കഴിവുള്ള ഒരു നടനാണ്. അപ്പം ഇപ്പൊ കോമഡി ചെയ്യാനാണോ അല്ലെങ്കിൽ ഏതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഏതാണ് ഇഷ്ടം? ഹ്യൂമറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് തന്നെ കുറച്ചു കാലം നോക്കിയിട്ട് ഇത് മാറണം. അതിനുശേഷം കുക്കിങ്ങിലേക്ക് ഹ്യൂമർ ചെയ്തിട്ട് പിന്നെ കുക്കിങ്. പിന്നെ അതറിയാം, ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് സ്ഥാനം ഇങ്ങനെ കിടപ്പുണ്ട്. അതായത് നമ്മൾ ഒരുപാട് ലെജൻസുകൾ ഉണ്ടായിരുന്ന സമയം, ഇപ്പം ഇന്നസെന്റ് ഏട്ടന്, അപ്പൊ അങ്ങനെ ഒരുപാട് ലെജൻസ് നമുക്ക് ഇപ്പൊ ഇല്ല. അപ്പൊ ആ ഒരു സ്ഥാനം ഇങ്ങനെ അവിടെ ഒഴിഞ്ഞു കിടക്കുവാണ്. അപ്പൊ ആ സ്ഥാനത്തേക്ക് വരാൻ ഭയങ്കര കാലിബറുള്ള ആൾക്കാരാണ്. ഞാൻ ഇന്നലെ ഒരു കമന്റ് ഉണ്ട് ജോമോന്റെ ഇവിടെ ഒരു ഇതില്, ഇന്നസെന്റ് ഏട്ടന്റെ അതേ പരിപാടി കറക്റ്റ്
ആ സാധനം റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഇങ്ങനെ കണ്ടപ്പോ സീരിയൽ വന്നു ശരിക്കും ഭയങ്കര ഹാപ്പി ആൾക്കാർക്ക് അങ്ങനെ ടൈപ്പ് കാരണം അതിന് കുറെ ലൈക്കും ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തിനും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ ഇരുന്ന് ലിജൻസ് ആയവരാണ്. ഞാൻ സൈഡിൽ കൂടെ ഇല്ല ഇന്നസെന്റ് ഇത് ജഗതി ചേട്ടൻ അല്ല പറയുന്നവര് അവര് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ പറയുന്നത്. പക്ഷെ പേഴ്സണലി നമ്മളൊക്കെ അവരെ കണ്ടും അവരൊക്കെ എന്താണ് ചെയ്തതെന്നും ഒക്കെ കണ്ടിട്ടൊക്കെ വന്നവരാണ്. നമുക്ക് നമ്മളേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങള് ഇപ്പൊ ഏറ്റവും കൂടുതൽ സഫ് ബോയുടെ വന്നേക്കുന്ന സൈനത്താന്നുള്ള ആ ഒരു സീരീസ് ആയിരിക്കും പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിലുള്ളത്. അപ്പം നമ്മള് ഗുരുവായൂരമ്പലം ചെന്നപ്പോഴത്തേക്കിനും പൃഥ്വിരാജ് ചേട്ടനെയൊക്കെ അറിയായിരുന്നോ ഇങ്ങനത്തെ ഈ കോണ്ടന്റ്? അവർക്കൊന്നും അത് അറിയില്ലായിരുന്നു. അവര് വേറെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോ പുള്ളി പറഞ്ഞില്ല നമ്മള് കണ്ടിട്ടില്ല. അല്ല വേറെ ലോകം മീൻസ് അതായത് പുള്ളി പ്രൊഡക്ഷൻ ഉണ്ട്, പുള്ളി ഡയറക്ഷൻ ചെയ്യണ്ട, അപ്പൊ പുള്ളിക്ക് സമയമില്ല. പോയി അത് പുള്ളി പറഞ്ഞ നമ്മളോട് ഫാർമിലെ ന്യൂബോളിനെ കണ്ടപ്പോ പുള്ളിയും പറഞ്ഞേ അല്ല പുള്ളി അറിയില്ല നമ്മളെ. ബേസിൽ ചേട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഞാൻ ഇന്റർവ്യൂസിലും ഈ പ്രസ് മീറ്റിന്റെ എല്ലാ സമയത്തും കാണുമ്പോഴത്തേക്കും നിങ്ങളെല്ലാരും കൂടെ നിങ്ങൾ ഈ റീൽസ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ പറയും എന്റെ ഊക്കാൻ വേണ്ടി തന്നെയാണോ നിങ്ങൾ മൂന്നിടെ ഇറങ്ങിയേക്കുന്നൊക്കെയുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലും? പുള്ളിനെ നമുക്കൊരു ഭയങ്കര ആക്ടർ എന്നുള്ള സാധനം പുള്ളിനെ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോഴാണ് അയ്യോ ബേസിലേഡ് എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഡേ തൊട്ട് പുള്ളി ശരിക്കും നമുക്കൊരു ബ്രദർലി ഫീലിംഗ് ആയിരുന്നു. ബ്രദറായിട്ടും ഫ്രണ്ടായിട്ടൊക്കെ തന്നെ നിൽക്കില്ല. നമ്മുടെ പറയുന്ന ചളിക്കും ചിരിച്ച് പുള്ളിയുടെ ചളി അടിച്ച് അങ്ങനത്തെ ഒരാളായിരുന്നു. ഈ പറയുന്ന എല്ലാവരും നിഖിലേച്ചിനൊക്കെ ആദ്യം കാണുമ്പോഴാണ് ഭയങ്കര ആക്ട്രസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പം നോർമലി നമ്മൾ പറയാറുണ്ട് പൃഥ്വിരാജ് എന്ന് വെച്ചാൽ നമുക്ക് അടുത്തോട്ട് പോലും ചിലപ്പോ പോവാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ആയിരിക്കുമല്ലോ. ഇവൻ പറഞ്ഞത് മറ്റൊരു വേൾഡിലായിരുന്നു. ഞാനൊന്നും പറഞ്ഞു ഡമാർ പടാർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് പുള്ളിയെ ഒരു നഴ്സിനിമ നടന്ന് നമുക്ക് അടുത്ത് പോയി തൊടാനും തോള് കേട്ട് സംസാരിക്കാനൊന്നും പറ്റൂല. അത് സത്യമല്ല പറഞ്ഞത്. ഇല്ല അല്ല എന്നിട്ട് ഇപ്പം ഇപ്പൊ അതിനുശേഷം എങ്ങനെയുണ്ട്? ആളെ പറ്റി എന്താണ് പറയാനുള്ളത്? പൃഥ്വിരാജ്, ബേസ്, ചേച്ചി എല്ലാവരും അടിപൊളിയാണ്. അത് ബേസിക്കലി ബേസിലായിട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിൽ അമ്മാതിരി ഫ്രീഡം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ ചുമ്മാതെ കളിയാക്കുന്നതല്ല. ഇപ്പൊ ഞങ്ങളെയും കളിയാക്കും, ഞങ്ങള് ബേസിലേട്ടനെയും കളിയാക്കും. അത് എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡാണ്. ഞങ്ങളെ മറ്റേ കൊമേഡിയൻസ് എന്നാണ് നമ്മളെല്ലാരും വിളിക്കുന്നത്, കൊമേഡിയൻസ്. അപ്പൊ ഞങ്ങള് ബേസിലേട്ടനോ അല്ലെങ്കിൽ റാലി ആയിട്ട് വന്നോണ്ടിരിക്കും. അത് ഫണ്ണാണ്. അത് ഇപ്പൊ ഞങ്ങളെ ബേസിലേട്ടനെ കളിയാക്കുന്നതും ബേസിലേട്ടൻ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കളിയാക്കാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളൊരു വീഡിയോ എടുത്തപ്പോഴും ഞങ്ങൾ എന്നിട്ട് ബേസിലേട്ടനോട് ചോദിക്കും, ബേസിലേട്ട അതിനിപ്പോ എന്താ ആ ഒരു മോളാണ് പുള്ളിക്ക് എങ്ങനെയുള്ളത്? ഇപ്പൊ റീസെന്റ് മറ്റേ തിക്കുണ്ടതി ആ സാധനം ഇവിടുന്ന് നമ്മള് തൃശ്ശൂര് പ്രാവൻകൂട് ഷാപ്പിന്റെ എന്താ സെറ്റിൽ പോയിട്ട് മറ്റേ കാരവനായിരുന്നു അടുത്ത്. അത്രയും ട്രാവൽ ചെയ്തിട്ട് പുള്ളി വരാൻ പറഞ്ഞു. നമ്മള് ഒരു സാധനം പുള്ളിക്ക് കൊടുത്തു, പുള്ളി അത് ഓക്കെ അടിച്ചു ചെയ്തു. പുള്ളി എല്ലാത്തിനും ഇത് തന്നു. അങ്ങനത്തെ ഒരു വൈബാണ് പുള്ളി. നമ്മള് ഈ ഗുരുവായൂരമ്പലം നടയില് സെറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം അത്രയും അമ്മാതിരി കിടിലൻ സെറ്റാണ്. ഇപ്പം ഞാനിങ്ങനെ ഇന്റർവ്യൂവിന് ഇടയ്ക്കാണെങ്കിലും കേട്ടു, അതായത് രാജുവേട്ടൻ തന്നെ പറയുന്നതാണ് ആൾക്കാരൊക്കെ ആ സെറ്റ് കണ്ടിട്ട് വലിപ്പം കണ്ടിട്ട് തൊഴുതിട്ട് പോയവരുണ്ട്. ശരിക്കും സത്യമാണോ? ഇന്ന് വിപിൻ ചേട്ടൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു അമ്മ രാവിലെ ഷൂട്ട് തുടങ്ങുന്നതിനൊക്കെ മുമ്പേ വന്നേച്ച് പൈസ ഇട്ടിട്ട് തൊഴുന്നൊരു വീഡിയോ ഇന്നിട്ടിട്ടുണ്ട്. അത് രാവിലെ അത് കാരണം ആ അമ്പലം ഒറിജിനൽ അതേ മെഷർമെന്റ്സ് എല്ലാം അവര് അത് നോക്കിയിട്ട് അതേപോലെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് കളമശ്ശേരിയിൽ. അപ്പം അമ്മമാരൊക്കെ അവരൊക്കെ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അമ്പലം തന്നെ ആണല്ലോ. ഇപ്പൊ തിയേറ്ററിൽ പോലും പടം കണ്ടോണ്ടിരിക്കുമ്പോ അവസാനം ഗുരുവായൂരമ്പലം നടയുടെ ഒരു വൈഡ് കാണിക്കുമ്പോൾ ആൾക്കാർക്കെല്ലാം മറ്റേ അമ്പലത്തിലെ കല്യാണം കഴിഞ്ഞു ആ ഒരു മൂഡ് കിട്ടുന്നുണ്ട്. ശുഭ മൂഡ് കിട്ടുന്നുണ്ട്. അത് ആ സുനിലേട്ടന്റെ പരിപാടി വൻ പരിപാടിയാണ്. ഇപ്പൊ ശ്രീചേട്ടനെ പറ്റി ശ്രീചേട്ടനെ കുറച്ച് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതില് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ ചോദിച്ച കൊറോണ കാലം എല്ലാവർക്കും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നുള്ളേ. അപ്പൊ ഞാൻ ഇങ്ങനെ അറിഞ്ഞു ശ്രീചേട്ടൻ കൊറോണ കാലത്ത് കട്ടൻ ചായ അച്ചാറും മാത്രമായിരുന്നു ഭക്ഷണം എന്നുള്ളത് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. അതിന്റെ വാസ്തവം എന്താണ് ശരിക്കും? ഞങ്ങളൊരു 6 പേരോളമാണ് തൈക്കുടത്താണ് താമസിച്ചിട്ടുള്ളത്. ഞങ്ങൾ 6 പേര് മറ്റേ മത്തി വറക്കാനിടുന്ന പോലെ അടുക്കിയാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരു നമ്മൾ അത്ര അടിപൊളിയെന്നല്ല. ബാച്ചിലർ ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ അതിന്റെ മറ്റൊരു സൈഡുണ്ട്.
ജോലിയില്ല, സിനിമ മോഹികളാണ് എല്ലാ ആൾക്കാരും. ഒരാൾക്ക് ഡയറക്ഷൻ, ഒരാൾക്ക് എഡിറ്റിങ്, അഭിനയം, അങ്ങനെ പലരും പല ഫീൽഡ്. അപ്പം ആർക്കും കൊറോണ വന്ന് എല്ലാം ഇതായിരിക്കുന്ന സമയത്ത് വേറെ വകുപ്പൊന്നുമില്ല, കയ്യിൽ അങ്ങനെ പൈസയൊന്നുമില്ല. അങ്ങനെ വന്നപ്പം വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും, തേയിലയും കിട്ടും, അപ്പോൾ കട്ടൻ ചായ. അപ്പോൾ അതിനകത്ത് അമർ അവന് ചെറിയൊരു കാറ്ററിംഗ് പരിപാടിക്ക് നൈസായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൻ പോയിച്ച് വരുമ്പോൾ ഇത്രയും വലിയ 5 കിലോയുടെ നിറപ്പറയുടെ അച്ചാറുണ്ട്, അത് കൊണ്ടുവരും. പിന്നെ MS ഏട്ടനുണ്ട്. MS ഏട്ടനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഞങ്ങളെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ്. പുള്ളി പോയിച്ച് വരുമ്പോൾ 25 കിലോയുടെ അരി അതും കൊണ്ടുവെക്കും. അപ്പം ഈ കഞ്ഞി, അച്ചാറ്, കട്ടൻ ഇങ്ങനെ കറങ്ങി ഞാൻ വിശാഖ, രഞ്ജിത്ത്, അതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടോ കൊറോണ കാലത്തെ? ശരിക്കും കോവിഡ് വന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോ UK ആണോ? UK വിസ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് കോവിഡ് വന്നത്. യുടെ ഭാഗ്യവും മലയാള സിനിമയുടെ അങ്ങനെ. അപ്പൊ ആ സമയത്താണ് കോവിഡ് വന്ന് ലോക്കായി. വീട്ടിൽ കുറെ ലോക്കായപ്പോ ഞാൻ മടുത്തിട്ട് ഞാൻ കൊച്ചിക്ക് വന്നു ജുനൈസിന്, ബിഗ് ബോസിലേക്ക് ജുനൈസിന്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടൊക്കെയാണ്. പിന്നെയാണെങ്കിൽ എന്നാ ഇനിയിപ്പോ UK പോകേണ്ടത്. അവരെന്നോട് പറഞ്ഞു, എടാ നിന്നെ ഈ പരിപാടി വെച്ചിട്ട് നീ ജസ്റ്റ് ഒരു വർഷം നീ വീഡിയോ ചെയ്ത് നോക്കുക, അവർക്ക് അതിൽ നീ UK പോയിക്കോ. അങ്ങനെയാണ് തുടങ്ങിയത്. ശ്രീചേട്ടൻ റൂമിൽ കൊതുകടി ഉള്ളപ്പോഴത്തേന് വയറ്റിലേറെ നടക്കും, അവിടുന്ന് പോലീസ് വെക്കും 1 മണിക്കൂർ, പിന്നെ പോലീസിനോട് മറ്റേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു കഥ ഞാൻ കേട്ടു. ഇതൊക്കെ നമ്മൾ അറിയും. ശ്രീചേട്ടൻ എവിടെ ഇരുന്നാലും നമ്മൾ അറിയും. അതെന്തിനാ ഇങ്ങനെ വയറ്റിലേറെ നടന്നിട്ട് പോലീസ് വെക്കും? അതാകൊണ്ടല്ലേ ഈ തൈക്കുടത്ത് ഞങ്ങള് മുകളിലത്തെ ഫ്ലോറാണ് വാടക എടുത്തേക്കുന്നത്. അവിടെ ആണെങ്കിൽ ഷീറ്റ് ആയിട്ടേക്കുന്നത്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണീന്ന് പൊന്നീച്ച വരും. അവിടെ ആണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഈ നനഞ്ഞ തോർത്ത് ഫാനിട്ടാലൊന്നും നമുക്ക് രക്ഷയില്ല. അങ്ങനെ അവിടെ കൊതുകടിയും കൂടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങള് 3-4 പേര് നൈറ്റ് ആകുമ്പോഴത്തേക്കിന് ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് നടന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അങ്ങനെ. അതല്ല പോലീസുകാർ പിടിക്കുന്നതൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ പോകുമ്പോ എവിടെ പോവാ, ചുമ്മാ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു, അത്രേ ഉള്ളൂ, അല്ല വേറെ പരിപാടി. നിങ്ങൾ ഇതുപോലെ ലോക്ക്ഡൌൺ സമയത്ത് പോലീസൊക്കെ പിടിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയത്? അയ്യോ വൻ സീനായിരുന്നു. ഞങ്ങള് മടുത്തിട്ടേ ഞങ്ങളൊരു ബൈക്കിൽ ട്രിപ്പിൾസ് അടിച്ചിട്ട്, ഞാൻ എൻ്റെ കസിൻസും 2 കസിൻസ് ഉണ്ട്, റസ്ലാൻ റിസ്വാൻ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളെ ഒരുമിച്ചായിരിക്കും. അപ്പൊ ഞങ്ങള് ഈ ഒരു ഈവനിങ് സമയത്ത് ചായക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ പോയി പുറത്തേക്ക് വണ്ടി എടുത്ത് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയതും പോലീസ് നോക്കി. ഞങ്ങൾ നിർത്താതെ പോയി കുറച്ച് ദൂരം പോയപ്പോ കോള് വന്നു, വീട്ടിലേക്ക് പോലീസ് വിളിച്ചു പറഞ്ഞിട്ട് ആകെ ടെൻഷനായി. വീട്ടുകാർ മൊത്തം വീട്ടുകാരെന്നാ ഞങ്ങളെ വേറെ കഞ്ചാവ് കേസ് പൊക്കിയ പോലെ അങ്ങനത്തെ ട്രീറ്റിങ്. അവിടെയാണ് അവരുടെ പോലീസ് കണ്ടപ്പോൾ നിർത്താതെ പോയി. അതിന് ഇത്ര വലിയ വിഷയമൊന്നുമില്ലല്ലോ. ശിവരെ ടെൻഷൻ ആക്കിയിട്ട് ഇതിന്റെ ഇടയിൽ നമ്മളെ കസിന്റെ കയ്യിൽ നിന്ന് ഫോൺ കോറിയിൽ പോയി. കോറിന്റെ അടുത്ത് നമ്മൾ സൈഡാക്കി ഫോൺ പോയി. ആകെ പ്രഷർ. വീട്ടിൽ ചെന്നപ്പോൾ നമ്മളെന്താ വലിയ മറ്റേ സ്വർണ്ണക്കടത്തോ അങ്ങനത്തെ വലിയ കേസ് കുടുങ്ങിയ പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും. അതൊരു ഡാർക്കായിരുന്നു. അന്നത്തെ സമയത്ത് പോലീസ് പിടിച്ച അതേ അവസ്ഥ തന്നെയാണല്ലോ. അടി കിട്ടിയില്ല. ജോയ് പിടിച്ചിട്ടുണ്ടോ? എന്നെ പിടിച്ച് ജലസിംഹം ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് പോലീസ് ഞാൻ പക്ഷെ വെള്ളത്തിൽ തന്നെ ഒരു താന്നു നിന്ന് എന്നെ കണ്ടില്ല. അപ്പം എന്നെ കണ്ടിട്ടില്ല. മുങ്ങി നിന്ന് തല മാത്രം വെളിയിട്ട് ഇലകളുള്ള സ്ഥലത്തോട്ട് സൈഡിലോട്ട് മാറി നിന്ന് അത് ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്താണ് പോലീസ് വന്നത്. അങ്ങനെ ഇല്ല, സുബിനും അഖിലും കൂടെയാണ് പോയി സംസാരിച്ചത്. ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് സാർ പ്ലീസ്. ഇല്ല അത് ഇന്നും മാറ്റണം എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി സെക്കൻഡ് ഹാഫ് പിന്നീട് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഷൂട്ട് ചെയ്തു. എനിക്കിത് പറഞ്ഞപ്പോ എന്താ ഓർമ്മ പറയാം, പറക്കുന്നില്ലേക്കാൻ പറ്റേ എനിക്ക് നല്ല അവസരം ഉണ്ടായിരുന്നു, ഒളിച്ചു മാറി നിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ തെറിച്ച് എവിടെയൊക്കെ ഓടിപ്പോയി. നരസിംഹ മുങ്ങിക്കിടക്കുന്നത് വെള്ളത്തില്. ഇവിടെ ഇരിക്കുന്ന ഈ ശ്രീചേട്ടൻ ഭയങ്കര പരസഹായൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞു. അതായത് റൂമിൽ ആരെങ്കിലും വെള്ളം അടിച്ച് ഓഫായാൽ മറ്റേ കൊണ്ടുപോയി റൂമിൽ കൊണ്ട് കിടത്തുന്നത് ശ്രീചേട്ടനാണെന്ന് അറിഞ്ഞു. അങ്ങനെ തന്നെയാണോ? അതെ, മറ്റൊന്നും കൊണ്ടല്ല, ശ്രീചേട്ടൻ കഴിക്കാറില്ല. അപ്പം ഇമ്മാരെല്ലാരും എന്നെ വിളിച്ചോണ്ട് പോകും. ഇമ്മമാരിരുന്ന് അടിച്ചിട്ട് വിറ്റായി ഓഫാവും. അപ്പൊ പിന്നെ അല്ല മാട്രിമോണിയിൽ സ്റ്റാർ അടിക്കാറില്ല. കൂട്ടത്തിൽ ഒരാള് കാണുമല്ലോ ചിപ്സും ഇത് മാത്രം കഴിക്കാൻ. അല്ല, ഞാൻ ക്യൂ ഒക്കെ നിൽക്കും. ഇവന്മാരെ ക്യൂവിലൊക്കെ കൊണ്ട് ഇവന്മാരെന്ന് പറയുമ്പോ ആരാന്ന് പറയാം, ഞങ്ങളാന്ന് വിചാരിക്കും. അല്ലല്ല, ഇവരല്ല കേട്ടോ. ഞാൻ നമ്മളെ ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പും ഉള്ളതെന്ന് പറയാം. അപ്പൊ ആ സമയത്തൊക്കെ ബിവറേജിലൊക്കെ എന്നെ കൊണ്ട് ക്യൂ നിർത്തും. മറ്റേ തൃപ്പൂണിത്തറയിൽ ഒരു ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഔട്ട്ലെറ്റ് മറ്റേ എക്സിബിഷൻ പോലെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവന്മാര് മറ്റേ ബ്രാൻഡ് വാട്സാപ്പിൽ അയച്ചു തരും ഈ സാധനം വന്നത് ഏതാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പിന്നോടെ കാണിച്ചിട്ട് അവിടുന്ന് മേടിച്ച്
ഈ സമയത്ത് അവന്മാർ അപ്പുറത്ത് പോയി ടച്ചിങ്സ് എടുക്കും, ഓരോരുത്തരും ഓരോരോ പണി വെപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് കയറും. പക്ഷെ അങ്ങനെ ഞാൻ എന്നെ പിടിക്കത്തില്ല, അടിച്ചു കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന പ്രോബ്ലം. ബ്രാൻഡ് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ അത്ര വിശ്വസനീയമായിട്ടുള്ള കഥയല്ല. അല്ല, കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ടുള്ള ബ്രാൻഡുകളാണ് പറയുന്നത്, മനസ്സിലായി. അവന്മാര് ഷെയർ ഇടുന്ന ഒരു ദിവസം ഇപ്പൊ ഇത്ര ഉള്ള ബഡ്ജറ്റ് ആണെങ്കിൽ അതിലുള്ള ബഡ്ജറ്റ് ഇല്ല. അരി എന്ന് എഴുതി തരുന്ന പോലെ വീട്ടുകാർ അരി പയറെന്ന് എഴുതി തരുന്ന ഇവന്മാർ എഴുതി തരുന്നതും ഇവന്മാരുടെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ചിട്ടുള്ള സാധനങ്ങളായിരിക്കും എഴുതി തരുന്നത്. അപ്പം അത് വെച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പൊ ഈ ദുശീലങ്ങളും ഒരു ഇങ്ങനത്തെ ദുർമാർഗങ്ങളൊന്നും ഇല്ലാത്ത ഈ 3 ചെറുപ്പക്കാർക്കും നമുക്കൊരു ടാസ്ക് കൊടുത്താലോ, ഒരു ചെറിയ ഗെയിം സെക്ഷൻ. ഓക്കെ ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ 3 ചെറുപ്പക്കാരെയും നമ്മൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇതിനകത്തൊരു സംഭവമുണ്ട്, ഒരു ചിറ്റുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അത് വായിച്ചിട്ട് അതിനുള്ളൊരു മറുപടി തരിക. ഓക്കെ, വളരെ നിസ്സാരമായിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇത് ഞാൻ തരാം, ആരാണെന്ന് വെച്ചാൽ പിടിച്ചോളൂ. ആദ്യത്തെ ഭാഗ്യവാൻ ആരാണെന്ന് വെച്ചാൽ പിടിച്ചോളൂ. എടുക്ക്. ഓക്കെ, അത് പൊട്ടിച്ചെടുക്ക. പ്രൊമോഷന് ഓർ ഇന്റർവ്യൂസിന് പോകുമ്പോൾ നിഖില ചേച്ചി ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ പോയിട്ടുണ്ടോ? മനസ്സിലായല്ലോ. കാരണം ചേച്ചി അറിയാലോ, തഗ്ഗൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളിലൊന്നും ഇല്ലെങ്കിലും ചേച്ചി ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ പോയിട്ടുണ്ട്. നിഖില ചേച്ചി ഒരു ധൈര്യം തന്നെയാണ്, കാരണം ചില ചോദ്യങ്ങൾക്ക് നല്ല സൂപ്പർ മറുപടി കൊടുക്കും. ഞങ്ങൾക്ക് ധൈര്യമാണ്. നമ്മളെടുത്ത തക്കുകളൊക്കെ നമുക്കൊരു ടെൻഷൻ, അയ്യോ എന്തായി, അത് അവരിനി എങ്ങനെ എടുക്കും എന്നുള്ള. അപ്പോഴാണ് ഇവിടുന്ന് വലിയ ഓക്കെ. അപ്പൊ അടുത്തത് പിടിക്കണം. പൃഥ്വിരാജ്, നിഖില, ബേസിൽ ഇവരെ ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ PNB. പൃഥ്വിരാജ്, നിഖില, ബേസിൽ. എന്ത് പക്കാ പ്രൊഫഷണൽ, ഹൈലി പ്രൊഫഷണൽ. നിഖില ഹൈലി പ്രൊഫഷണൽ ആൻഡ് ടാലന്റഡ്. പൃഥ്വിരാജ് ഏട്ടൻ ഹൈലി പ്രൊഫഷണൽ ആണെന്ന് പറയുന്നതിന്റെ ഒരു മേഖല പറയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറയാം ഏറ്റവും മികച്ചതായിട്ട് നിന്നത്? പുള്ളിയുടെ മൊത്തം ഡയറക്ഷൻ ചെയ്യും, ആക്ടിങ്, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി പ്രൊഫഷണൽ ആണ്. പക്ഷെ എനിക്കിപ്പോ റീസെന്റ് മനസ്സിലാക്കിയ കാര്യം, ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ കാണുന്ന ഒരു ആക്ടിങ്, പുള്ളിയുടെ റിയൽ ആയിട്ട് കാണുന്ന ആക്ടിങ് ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നും അങ്ങനെ ആയിരിക്കും അത് വരിക തിയേറ്ററിൽ, അങ്ങനെ ആയിരിക്കും അത് സെറ്റ് ആവുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിന്റെ പരിപാടി മനസ്സിലാവുക. ഞാൻ ശരിക്കും അത് മനസ്സിലാക്കി. കാരണം നമുക്ക് ഈ എക്സ്പീരിയൻസ് കുറവുകൊണ്ടായിരിക്കും ചില സമയത്ത് ഏതൊക്കെ എക്സ്പ്രഷൻ ഇടണം, അങ്ങനെ ഡൗട്ട് വരും. രാജേട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് 18 വയസ്സിൽ തുടങ്ങിയ അഭിനയമാണ്. അപ്പൊ ഇവരുടെ നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുക. അപ്പൊ ടേക്കിൽ അത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. തിയേറ്ററിൽ വന്നപ്പോഴാണെങ്കിൽ പല സാധനം പുള്ളി ഇടുന്ന മൈന്യൂട്ട് സാധനങ്ങൾ, ഇവൻ അമ്മാവന്മാരെ നോക്കുന്ന ലുക്ക് ആദ്യം നോക്കുന്നതും പിന്നെ അവർ സീനാന്ന് പറഞ്ഞിട്ട് നോക്കുന്ന ലുക്കിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് മനസ്സിലായത്. അതാണ് ഞാൻ പക്കാ പ്രൊഫഷണൽ എന്ന് പറഞ്ഞത്. അതെന്തിട്ടാ അത് കുടുങ്ങി പോയത്. നിങ്ങൾ എന്തിനാണ് ബേസിലേട്ടനെ ഇങ്ങനെ ട്രോളുന്നതെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ ബേസിലേട്ടനെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയൂ. ഞാൻ നല്ല കുട്ടിയാണ്. സത്യം പറഞ്ഞ ഞാനല്ല, ഇവനും അശ്വിനുമാണ് ബേസിലേട്ടനെ എയറിലാക്കുന്ന ആൾക്കാർ. ഞാൻ സപ്പോർട്ടിങ് ആക്ടറാണ്, ഞാൻ കൂടെ നിൽക്കുന്നുള്ളൂ. അപ്പൊ നീ തന്നെ പറ. കൊലക്ക് കൂട്ട് നിൽക്കുന്നത് ഒരേ കുറ്റമാണ്. ഇത് ഓൾറെഡി പറഞ്ഞില്ലേ, നമുക്ക് ബേസിലാണ് ആ ഒരു ചേട്ടൻ ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തില്ല. നമ്മളൊക്കെ അനിയന്മാരായിട്ടൊക്കെ കാണുന്നോണ്ടും നമ്മളൊരു കോമഡി പറഞ്ഞാലും എന്ന് കളിക്കുന്നത് നമ്മളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടം അല്ലെങ്കിൽ പുള്ളി നമ്മൾ അത് എന്നേ പറഞ്ഞേനെ അത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ ഇതിനെക്കാട്ടിലും കളിയാക്കുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. എപ്പോഴും ഒരു സ്റ്റാറിനെ കളിയാക്കുമ്പോഴാണല്ലോ നിങ്ങൾ എടുത്തിടുന്നത്. സ്റ്റാർ തിരിച്ചു ചെയ്യുമ്പോൾ നിങ്ങൾ അധികം എടുത്തിടാറുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തതേ ഇടട്ടെ. ഇതൊക്കെ നമ്മളിവിടെ നമുക്കൊരു മറ്റേ ബുദ്ധിപരമായിട്ടുള്ളൊരു കോണ്ടന്റ് ഹെഡ് ഇവിടെ ഉണ്ട്. ആളുടെ ഐഡിയ ആണ് അല്ലേ? പറഞ്ഞോളൂ. പൃഥ്വിരാജ് ദേഷ്യത്തിലാണെന്ന് കരുതി അടുത്തോട്ട് പോകാത്ത സിറ്റുവേഷൻ തുടക്കകാലത്തൊക്കെ കാണുമായിരിക്കല്ലോ. ദൈവമേ എന്തായിരിക്കും എങ്ങനെ. അതെ, അതായത് പുള്ളിയുടെ നമുക്ക് സെറ്റിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് പുള്ളിയുടെ വൈബ് എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മളൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് നോക്കിയിട്ടുണ്ട് പുള്ളി എന്താണ് മൂഡ്.
കാരണം നമുക്കൊക്കെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ. പക്ഷെ ഞങ്ങൾ എടുത്തത് പ്രൊമോഷൻ സമയത്താണ്. കാരണം പുള്ളിനെ ആദ്യം മനസ്സിലാക്കണം, പുള്ളി എന്താണ്, എങ്ങനെയാണ് വൈബ് പറയും നമുക്കറിയില്ല. ബേസിലേട്ടനെ നമുക്ക് അത്രയും ദിവസം ഒരുമിച്ച് കിട്ടിയതിന്റെ ബേസിലേട്ടനോട് എപ്പം ഉണ്ടാവും, എപ്പോ നമുക്ക് ചളി അടിക്കാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. രാജേട്ടനോട് അതില്ല, നമുക്ക് അത്രയും ആയിട്ടില്ലായിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ പുള്ളിനോടൊരു ധൈര്യമായിട്ട് ഹായിച്ചേട്ടാന്നൊക്കെ പറയാനുള്ള ഒരു ഫീൽ ഉണ്ട്. പേടിയില്ലാതൊക്കെ അടുത്ത ബലൂണിന് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. പൊട്ടുന്നില്ല. സിനിമ ഇറങ്ങിയതിന് ശേഷം വന്ന കമന്റ്സിൽ ഏറ്റവും ഇറിറ്റേറ്റഡ് ആയ കമന്റ് അടുത്ത സിനിമ ഏതാ മോനെ, സിനിമയൊന്നും ആയില്ലേ, സിനിമയൊന്നും ഇല്ലേ. ഇറിറ്റേറ്റഡ് ഒന്നും അല്ല, അവർക്കൊരു സുഖം, അത് കേൾക്കുമ്പോ എനിക്കൊരു സുഖം. ഇതെന്താ ട്രിക്ക് ഉണ്ട് കേട്ടോ, പൊട്ടുന്നില്ല. കോവിഡ് എന്ന മഹാമാരിയോട് എപ്പോഴെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? കോവിഡ് സമയത്താണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. കാരണം വേറെ ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാ, വേറെ തൊഴിൽ അറിഞ്ഞൂടാ, വീട്ടിലാണ്. അപ്പം നമ്മളുള്ള സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് വീഡിയോ ചെയ്യാൻ തുടങ്ങി, വീഡിയോ ഒക്കെ വൈറലാവാൻ തുടങ്ങി. അങ്ങനെ പടത്തിലോട്ട് വരികയായിരുന്നു. ജൂഡാനി സാറാണ് ആദ്യം ഇതുപോലെ വിളിച്ചത് സാറാസിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് വന്ന മാറ്റം ഇതുവരെ. ഇനി എന്താണ് ഭാവി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ, ഏതൊക്കെ പടങ്ങളാണ് വരാനുള്ളത്? മരണമാസാണ് ഇനി ഇപ്പൊ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതുണ്ട്. വിപിൻ ചേട്ടന്റെ ഒരു പരിപാടിയുണ്ട്, ചിത്തു മാധവന്റെ പരിപാടിയുണ്ട്. കൈ നിറയെ പടങ്ങളാണ്. കൈ നിറയൊന്നും ഇല്ല എങ്കിലും പരിപാടികളെല്ലാം വരുന്നുണ്ട്. അരുൺ ഡൊമിനിക്കിന്റെ പരിപാടി വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. എന്ന് നടക്കും ഇനി തന്നെ നമ്മൾ ഒരുമിച്ചുള്ള വാഴ, വിപിൻ ചേട്ടൻ എഴുതിയ വാഴ വരുന്നുണ്ട്. ഞങ്ങളെല്ലാരും ഉണ്ട്. ആനന്ദ് മേനോനാണ് ഡയറക്ടർ. കോമഡി എന്റർടൈനർ ആണ്. അതൊരു വാഴ ടൈറ്റിലിനോട് പൂർണ്ണമായി നീക്കുന്ന 5 വാഴകളുടെ കഥയാണ്. വിപിൻ ചേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറും. ഒരു പ്രൊഡ്യൂസർ വിപിൻ ചേട്ടനാണ്, പിന്നെ അനീഷാണ്, ആരിസ് ദേശം, ആദർ ചേട്ടൻ, ഇവരൊക്കെ മറ്റു പ്രൊഡ്യൂസർ. വാഴ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു പരിപാടിയാണ്. ജോയുടെ മുമ്പേ പറഞ്ഞ പോലെ ഇതിലുണ്ടല്ലേ, നിങ്ങളിപ്പോ ഒരു ടീമായിട്ട് മിക്കവാറും മലയാള സിനിമയുടെ ഒരു എന്താ പറയുക, ഇങ്ങനെ ടീമായിട്ട് തന്നെ പോകുന്ന 3 ത്രിമൂർത്തികളെ പോലെ ആവുമോ? ഇനി ആൾക്കാരുണ്ട് നമ്മളിവിടെ. അശ്വിനുണ്ട്, അവന്റെ അനിയനുണ്ട്, അന്നു. മാത്രമാണ് ഞങ്ങളുടെ വടവൃക്ഷം. വടവൃക്ഷങ്ങൾ എല്ലായിടത്തും വേരുകളും പലയിടത്തായിട്ട് ഞങ്ങൾ ഇട്ടിട്ടേ ഉള്ളൂ. ഞങ്ങളെ പിന്നെ തുടങ്ങിയിട്ടുള്ള എല്ലാരും വരും. മറ്റേ മലയാള സിനിമ ഞങ്ങൾ ഇങ്ങനെ വാരി തൂത്തുവരിയും എടുക്കുന്നുള്ളത്. 13 ജില്ലയെങ്കിലും നമുക്ക് വിഴുങ്ങണം. ഒരു ജില്ല ആൾക്കാർ, അതാ ഒരു ജില്ലയിലെ വിട്ടുകളഞ്ഞ ആൾക്കാരെടുത്തോട്ടെ 13 ജില്ലയെങ്കിലും ഞങ്ങൾ വിഴുങ്ങണം. ഓക്കെ, എന്തായാലും അടിപൊളി. ഇപ്പൊ 3 ദിവസമായി നമ്മൾ പടം റിലീസായി, നല്ല ഗംഭീരമായിട്ട് തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും നല്ല നല്ല അഭിപ്രായങ്ങൾ വരട്ടെ, അടിപൊളിയായിട്ട് ഓടട്ടെ. ഇനി ഇന്നും ഭയങ്കര തിരക്കായിരിക്കും തിയേറ്റർ വിസിറ്റും പരിപാടീസ് ഒക്കെ ആയിട്ട്. ഇനിയിപ്പം 2 തിയേറ്ററുകളുണ്ട്, അതോടെ കഴിഞ്ഞ് വീട്ടിൽ പോകണം. ഓക്കെ, എന്തായാലും ഇപ്പൊ അടിപൊളി ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു.